നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി മുറവിളി. എംഎൽഎ ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ. എംഎൽഎ ഓഫീസിലേക്ക് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. പോലീസും ഡോഗ് സ്ക്വാഡും അരിച്ചുപെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണിയെന്ന് നിഗമനം. ഭീഷണി സന്ദേശമെത്തിയത് ഡി ബ്രാഹ്മിനി രേ ദ്രാവിഡിസ്ഥാൻ എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്ന്. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത് 10 ലക്ഷം രൂപ ചിലവഴിച്ച്. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാരോപിച്ച് ബിജെപി പ്രതിഷേധം. ആധുനിക സംവിധാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ ഉളിതേഞ്ഞ് മരപ്പണി തൊഴിലാളികൾ. മേഖല വൻ പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിൽ മാത്രം 25-ലേറെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പണി ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. നിരന്തരം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാകുന്ന എംഎൽഎ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോഴിയുമായി മഹിളാ മോർച്ച പ്രവർത്തകർ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എംഎൽഎ രാജിവെക്കും വരെ ബിജെപി സമരം തുടരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാവുകയാണ്. മാധ്യമപ്രവർത്തകയുൾപ്പെടെ ഒന്നിലധികം സ്ത്രീകളാണ് എംഎൽഎക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീപക്ഷവും സ്ത്രീ സുരക്ഷയും ആവർത്തിച്ചു പറയുന്ന കോൺഗ്രസ് എംഎൽഎയെ സംരക്ഷിക്കുകയാണ്. എംഎൽഎയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ പാലക്കാട്ടെ ജനം പ്രതികരിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ, ഈ കാട്ടുകോഴി രാജിവെക്കുന്നതുവരെ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവനുള്ള കോഴിക്ക് പുറമെ കോഴിയുടെ ചിത്രങ്ങളും മാർച്ചിൽ ഉയർത്തിയിരുന്നു. എംഎൽഎ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്ധു രാജേന്ദ്രൻ, ടി ബേബി, മിനി കൃഷ്ണകുമാർ, സുമലത മുരളി, അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രതിഷേധം. പാലക്കാട്ടെ എംഎൽഎ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. നിരന്തരം വനിതകൾ എംഎൽഎക്കെതിരെ രംഗത്ത് വരികയാണെന്ന് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സംഘടനകൾ ചൂണ്ടിക്കാട്ടി. ആരോപണ വിധേയനായ വ്യക്തിയെ താങ്ങി നടക്കേണ്ട ഗതികേട് കോൺഗ്രസിനല്ലാതെ മറ്റാർക്കുമില്ലെന്ന് എസ്എഫ്ഐ ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. എംഎൽഎ ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. എംഎൽഎയുടെ പീഡനകഥകൾക്ക് സ്തുതിപാഠകരായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ആർ. ജയദേവൻ, എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് വി. അഭിഷേക്, സെക്രട്ടറി മുഹമ്മദ് നാസിം, എസ്എഫ്ഐ ഡിവൈഎഫ്ഐ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. വി.ഡി. സതീശനാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ബി. ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. ഭാരതീയ ജനതാ പാർട്ടി വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയാണ്. ബിജെപി വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയാണ്. ഇതാണോ പ്രതിപക്ഷ ധർമ്മം? പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മം ഇതാണോ? സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തക
സ്വന്തം പാർട്ടി അനുയായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളരുതായ്മ നേരിട്ടിരിക്കുന്നു. ഇതാ പുതിയ ഒരു പരാതി പോയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരിയാണോന്ന് എനിക്കറിയില്ല. AICC ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് VD സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല? പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. SP-യുടെ നേതൃത്വത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും ഓഫീസും പരിസരവും അരിച്ചുപെറുക്കി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണി എന്നാണ് പോലീസ് വിലയിരുത്തൽ. ഓഫീസ് സമയത്തിന് മുമ്പ് രാവിലെ 7:15ഓടെയാണ് ശിശുക്ഷേമ സമിതി ഓഫീസ് മേൽവിലാസത്തിൽ ബോംബ് ഭീഷണി എത്തിയത്. ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച് മെയിൽ പരിശോധിച്ചപ്പോഴാണ് ബോംബ് ഭീഷണി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഡി ബ്രാഹ്മണി ദ്രാവിഡ്സ്ഥാൻ വിലാസത്തിൽ നിന്നുള്ള ഭീഷണിയിൽ 1:45 ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശം. SP അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ജീവനക്കാരെ ഒഴിപ്പിച്ച് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ഓഫീസാകെ അരിച്ചുപെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വ്യാജ ഇമെയിൽ സന്ദേശത്തിൻ്റെ ഉറവിടം കണ്ടെത്താനായി മെയിൽ വിവരങ്ങൾ സൈബർ സെല്ലിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കരയിൽ UDYF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘട്ടനത്തിൽ KSU പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് UDYF-ന്റെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ഈ പഞ്ചായത്ത് ഭരണകൂടം ചെയ്യുന്ന നെറികേടുകൾക്ക് ഒത്താശ ചെയ്യുന്ന ഇവിടത്തെ DYFI SFI നേതാക്കളൊക്കെ ചേർന്ന് ഇപ്പൊ കോൺഗ്രസിന്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കളെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ D-സോൺ കലോത്സവം, ആ D-സോൺ കലോത്സവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SFI ഭരിച്ചുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണം ഇന്ന് കേരള വിദ്യാർത്ഥി യൂണിയനും അതുപോലെ MSF-ഉം ചേർന്നാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീയേഷ് നരിപ്പറ്റ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൾ, മുൻ KPCC മെമ്പർ NS വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ, K നാരായണൻകുട്ടി, PV സുലൈമാൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM മുഹിയുദ്ദീൻ, മുസ്തഫ, അബ്ദുൾ റഹ്മാൻ, അർഷാദ്, ബിനീഷ്, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അഫ്സൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയത്. പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി BJP അംഗങ്ങൾ. 10 ലക്ഷം രൂപ ചെലവഴിച്ച് 4 വർഷം മുമ്പ് വാങ്ങിയ കായിക ഉപകരണങ്ങളാണ് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുന്നത്. ജിംനേഷ്യം ഉപകരണങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ ഉത്തരമില്ല. 10 ലക്ഷം മുടക്കി വാങ്ങിയ ജിംനേഷ്യം ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കാനിടയായതിൽ പഞ്ചായത്തിലെ പ്രതിപക്ഷക്കാരായ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. പറളി പഞ്ചായത്തിന്റെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 കാലഘട്ടങ്ങളിൽ വകയിരുത്തിയ ഫണ്ട് ഉപയോഗിച്ച് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള കായികക്ഷമതയ്ക്കും അവരുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ജിംനേഷ്യത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇത് പറളി പഞ്ചായത്തിൽ മെമ്പർമാർ പലതവണ പരാതിപ്പെട്ടിട്ടും നാളിതുവരെയായിട്ടും ഒരു തരത്തിലുള്ള നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇവിടുത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി 10 ലക്ഷം രൂപയോളം ഈ ഉള്ള എക്യുപ്മെൻസാണ് ഇവിടെ കിടക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കേണ്ട ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ച ഈ എക്യുപ്മെൻസ് ഉപകരണങ്ങൾ കായിക വിനോദത്തിനും ആരോഗ്യത്തിനും വേണ്ടതായിട്ടുള്ള ഉപകരണങ്ങൾ ദിനംപ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാളെ ഇതുവരെ ഒരു തരത്തിലുള്ള ഉപയോഗം ഇതുകൊണ്ടുണ്ടായിട്ടില്ല. പൊടി പിടിച്ച് നശിച്ചു കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
ആധുനിക ഗൃഹോപകരണങ്ങളുടെ കടന്നുകയറ്റം മൂലം മരപ്പണി തൊഴിലാളി മേഖല പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിലെ 25ലേറെ ചെറുകിട മരപ്പണി തൊഴിലാളി സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്നത്. വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും നിർമ്മാണ പ്രവൃത്തികളിൽ സ്റ്റീൽ മേഖല കടന്നുകയറിയതോടെയാണ് മരപ്പണി ചെയ്യുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലായത്. 20 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച യന്ത്രങ്ങളും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. പലരും മുൻപ് മരത്തടി കൊണ്ടുള്ള ഗൃഹനിർമ്മാണത്തിന് ഇവരെയാണ് ആശ്രയിച്ചിരുന്നത്. കട്ടിൽ, ജനൽ, വാതിൽ തുടങ്ങിയ മരത്തിൻ്റെതായ എല്ലാ വർക്കുകളും ഇവിടെയാണ് ചെയ്തിരുന്നത്. മരത്തടികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഭൂരിഭാഗവും ആളുകൾ ഉപേക്ഷിച്ചതോടെയാണ് ഇവരുടെ ജീവിതം തന്നെ വഴിമുട്ടിയത്. ചെറിയ മരത്തടികൾ എത്തിച്ച് ഗൃഹോപകരണങ്ങൾ സൈസാക്കി മോടി പിടിപ്പിച്ച് നൽകുന്നത് ഇവിടെ നിന്നായിരുന്നു. മുൻപ് 2 പേരുടെ കൂലിയും അത്യാവശ്യമായ ലാഭവും ലഭിച്ചിരുന്നതാണ്. എന്നാൽ 5 വർഷത്തിലേറെയായി മരത്തടികൾ എത്താത്തതുമൂലം ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയാണ്. കൂലി പോലും ഒക്കുന്നില്ലെന്നാണ് തൊഴിൽ ഉടമകൾ പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ 2 പേരെങ്കിലും ഉണ്ടെങ്കിലേ പ്രവൃത്തികൾ ചെയ്യാനാകൂ. ചില പഴയ തലമുറയിൽപ്പെട്ടവർ മാത്രമാണ് മരത്തടികൾ കൊണ്ട് ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കുന്നത്. ആഴ്ചയിൽ 1-2 ദിവസം കിട്ടുന്ന തൊഴിൽ കൊണ്ടാണ് കുടുംബം തന്നെ മുന്നോട്ട് പോകുന്നതെന്നും പലരും ഈ മേഖല വിട്ട് ഒഴിഞ്ഞു പോകുകയാണെന്നും മങ്കരയിൽ 19 വർഷമായി സ്ഥാപനം നടത്തുന്ന താഴത്തെ വീട്ടിൽ ഉത്തമൻ, സഹോദരൻ പീതാംബരൻ എന്നിവർ പറയുന്നു. ആദ്യകാലങ്ങളിൽ നല്ല വർക്ക് ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ ഇരുമ്പിൻ്റെ കട്ടില, ജനൽ അങ്ങനെയുള്ളതൊന്നും പിന്നെ ഈ വിപണിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പരമ്പരാഗത തൊഴിലാളികളായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് നല്ല ജീവിതമാർഗം നല്ല. ഇപ്പോൾ വളരെ ദുരിതത്തിലാണ്. ഈ വക ഇരുമ്പിൻ്റെ കട്ടില, ജനൽ, റെഡിമെയ്ഡ് വാതിലുകൾ ഇതെല്ലാം വന്നപ്പോൾ 90% പണി വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഞങ്ങളുടെ പിന്നെ തൊഴിലാളികൾ ഈ ആശാരിപ്പണി വിട്ടിട്ട് വേറെ ഉപജീവനത്തിന് വേറെ തൊഴിലുകളിലേക്ക് മാറിപ്പോകുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KN സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 4ാമത്തെ വയസ്സിൽ അമ്മ ഒരിക്കൽ 1923 VS 27 അമ്മ മരിക്കുക. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരു ജ്യേഷ്ഠൻ, VS അച്യുതാനന്ദൻ, ഒരു അനിയൻ, അനിയത്തി ആഴിക്കുട്ടി ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ബാക്കി 2 പേരും മരിച്ചു. VS മരിച്ചു. ഇപ്പൊ 4 വയസ്സായ VS കുറേ ദിവസം അപ്പൊ അച്ഛൻ ഈ കുട്ടികളെയൊക്കെ പാടെ കൂട്ടി ഒരു പാടത്തിന്റെ വരമ്പത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചെടുത്ത് ആ കുടിയിൽ കണ്ടു ചെറിയൊരു ഓലപ്പര കെട്ടിയിട്ട് ആ ഓലപ്പരയിലാണ് അമ്മ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. എന്താ കാര്യം? വസൂരി വന്നിരിക്കുക. വായനശാല പ്രസിഡന്റ് R. റിൻസി അധ്യക്ഷത വഹിച്ചു. K. നാരായണൻ, KK ഭാസ്കരൻ, K. പത്മാവതി, MK വേലായുധൻ, V. ഗിരിജ, A. സെറീന, സ്മിത ഭരതൻ, സുജി വിജയ്, റിനിഷ സുഭാഷ്, PK ആതിര എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KA അജേഷ് സ്വാഗതവും ലൈബ്രറിയൻ V. ചിത്ര നന്ദിയും പറഞ്ഞു. ബാലവേദി, വനിതാവേദി, വയോജനവേദി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി പ്രൊഫസർ MK സാനുവിനെ അനുസ്മരിച്ചു. ബുധനാഴ്ച വൈകിട്ട് ലൈബ്രറി ഹാളിലായിരുന്നു അനുസ്മരണ യോഗം. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനാണ്. നേരത്തെ പറഞ്ഞ പോലെ നിയമസഭയിലേക്കെല്ലാം മത്സരിച്ച് MLA ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. എന്നീ നിലകളിലെല്ലാം തന്നെ സാനുമാഷ് സ്മരിക്കപ്പെടേണ്ട ആളാണ്, ഓർക്കപ്പെടേണ്ട ആളാണ്. പക്ഷെ നാം സാനുമാഷെ എല്ലാ കാലത്തും നാം ഓർക്കുകയും സാനുമാഷയുടെ ജീവിതത്തെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തെ മാറ്റിമറിച്ച ഗുരുദേവ ദർശനം, ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം, അതിനെ തന്റെ ജീവിതത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും. M. പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. KC രാജൻ, MC ശങ്കരൻ, MK രാമചന്ദ്രൻ, ശ്രീജ ഹരിദാസ്, R. മണി, MK മോനിഷ, CK ഗോവിന്ദൻകുട്ടി, M. റംല, മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർഷകരെ അപമാനിച്ച മന്ത്രി MB രാജേഷ് മാപ്പ് പറയണമെന്ന് കർഷക മസ്ദൂർ സംഘ്. എല്ലാവരും രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ പറഞ്ഞു. കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്നും ഷൊർണൂരിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സംസ്ഥാന സർക്കാർ എടുത്ത നെല്ലിന്റെ വില 6 മാസമായിട്ടും ലഭിക്കാതെ വന്നപ്പോൾ സമരം ചെയ്ത നെൽകർഷകരെ പത്രത്തിൽ മുഖം കാണിക്കാനാണ് സമരമെന്ന് പറഞ്ഞ് മുഴുവൻ കർഷക സമൂഹത്തെയും അപമാനിച്ച മന്ത്രി എം.പി. രാജേഷ് കർഷകരോട് മാപ്പ് പറയണമെന്ന് ശശി ചോറോട്ടൂർ ആവശ്യപ്പെട്ടു. എല്ലാവരും എം.പി. രാജേഷിനെ പോലെ മാധ്യമങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ധരിക്കരുതെന്നും തൊഴിലാളി വർഗ സിദ്ധാന്തം പ്രസംഗത്തിൽ മാത്രം പോരെന്നും കേരളത്തിലെ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ കേരളത്തിലെ നെല്ലറയായ പാലക്കാട് ജില്ലയിൽ നിന്ന് ജയിച്ച് മന്ത്രിയായ എം.പി. രാജേഷും രാജേഷിന്റെ പാർട്ടിയും തയ്യാറാകണമെന്നും കർഷകന്റെ അധ്വാനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെന്നും അല്ലാതെ മന്ത്രിയുടെ ഔദാര്യമല്ലെന്നും ഏറ്റെടുത്ത നെല്ലിന്റെ വില ഉടൻ നൽകിയില്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ശക്തി മന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്നും കർഷക മസ്ദൂർ സംഘം പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കവേ ശശി ചോറോട്ടൂർ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കർഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രി ഇറക്കിയത്. ആ മന്ത്രി കർഷകരോട് മാപ്പ് പറയണമെന്നാണ് BMS ആവശ്യപ്പെടുന്നത്. കർഷകർ മന്ത്രി പറഞ്ഞത് ഈ പ്രതിഷേധ പരിപാടി നടത്തുന്നത് പത്രത്തിൽ ഫോട്ടോ വരുന്നതിന് വേണ്ടിയാട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മന്ത്രിയുടെ ഒരു കർഷകരോടുള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കണം. കേരള സംസ്ഥാനത്ത് 6 വർഷം മുമ്പ് നടത്തിയിരുന്ന കൃഷിഭൂമി അതിനെ കണക്കെടുത്ത് നോക്കുമ്പോൾ 25% ഈ വർഷം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാർഷിക ഭൂമിയുടെ നമ്മുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സ്ഥലം ഘട്ടം ഘട്ടമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറി മാറി ഭരിച്ച കേരള സംസ്ഥാനത്ത് ഭരിച്ച സർക്കാരുകൾ ഈ നിലനിൽക്കുന്നതിന് അവിടെ തന്നെ മണിമാലിന് പണിയുന്ന അനുവാദം കൊടുത്തതുകൊണ്ട് അരിഭൂമികളെ ശ്രദ്ധിക്കാനും നമ്മുടെ കാർഷിക സമിതി അല്ലെങ്കിൽ കാർഷിക സംവിധാനം പാടെ കേരള സംസ്ഥാനത്ത് തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അരി വേണ്ടേ? അരി വേണമെങ്കിൽ അത് ആന്ധ്ര സംസ്ഥാനത്ത് നിന്ന് വരണം. കർഷക മസ്ദൂർ സംഘം ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് സി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. കർഷക മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി സി മനോജ്, എം സോമസുന്ദരൻ, കെ ഉണ്ണികൃഷ്ണൻ, എം കെ ഷാജി എന്നിവർ സംസാരിച്ചു. കെ പ്രസാദ്, എൻ സുനിൽ, ആർ സുധാകരൻ, പി ജോബി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള പ്രവാസി സംഘം ലക്കിടി പേരൂർ 2 വില്ലേജ് സമ്മേളനം പേരൂരിൽ നടന്നു. പ്രവാസി സംഘം ഏരിയ പ്രസിഡന്റ് സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാറുമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ്. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല ശമ്പളത്തോടുകൂടി കൃത്യതയോടുകൂടി തൊഴിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനെന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ഒരു കൊടി പിടിച്ച് രാഷ്ട്രീയ പാർട്ടി നടത്തുന്നത് പോലെ പ്രകടനവുമായി പോയി എന്തെങ്കിലും വിഷയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല പ്രവാസി സംഘം സംഘടന രൂപീകരിക്കുകയും അതിന്റെ മുമ്പിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ പിറകെ വരുന്ന നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി, ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്ന് കഴിയുന്ന കേരളത്തിലെ ഉത്തമമായ ഒരേ ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഞാനും നിങ്ങളും. ഏരിയ കമ്മിറ്റി അംഗം KS ബഷീർ അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗം നന്ദിനി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ആർ മുരളീകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി വി രവീന്ദ്രനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം നന്ദകുമാർ, പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പേരൂർ വില്ലേജ് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിനോദ് കുമാർ പ്രസിഡന്റ്, സൗമ്യ വൈസ് പ്രസിഡന്റ്, ചന്ദ്രൻ സെക്രട്ടറി, അബ്ദുൽ കരീം ജോയിന്റ് സെക്രട്ടറി, വേണുഗോപാൽ ട്രഷറർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി മുറവിളി. MLA ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാ മോർച്ച മാർച്ച്. രാഹുലിനെ പാലക്കാട്ട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് DYFI. MLA ഓഫീസിലേക്ക് SFI, DYFI സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ ബോംബ് ഭീഷണി. പോലീസും ഡോഗ് സ്ക്വാഡും അരിച്ചുപെറുക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന വ്യാജ ബോംബ് ഭീഷണിയെന്ന് നിഗമനം. ഭീഷണി സന്ദേശമെത്തിയത് @ദ്രാവിഡിസ്ഥാൻ എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്ന്. പറളിയിൽ മൾട്ടി ജിംനേഷ്യം പദ്ധതിക്കായി ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയത് 10 ലക്ഷം രൂപ ചിലവഴിച്ച്. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാരോപിച്ച് BJP പ്രതിഷേധം. ആധുനിക സംവിധാനങ്ങളുടെ കടന്നുകയറ്റത്തിൽ ഒളി തേഞ്ഞ് മരപ്പണി തൊഴിലാളികൾ. മേഖല വൻ പ്രതിസന്ധിയിൽ. മങ്കര പത്തിരിപ്പാല മേഖലയിൽ മാത്രം 25ലേറെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പണി ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.